തൃണമൂൽ നേതാവ് മഹുവ മൊയ്ത്ര ഇന്ന് ഇഡിക്ക് മുന്നിൽ ഹാജരാകില്ല. വിദേശ നാണ്യ വിനിമയ ചട്ടലംഘന കേസിലാണ് ഇഡി സമൻസ് അയച്ചത്. കൃഷ്ണനഗറിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ പങ്കെടുക്കുന്നതിനാലാണ് ഇഡിക്ക് മുന്നിൽ ഹാജരാകാൻ കഴിയാത്തത് എന്നാണ് വിശദീകരണം. ഗൗതം തന്നെ ചേരുന്നുണ്ട്. ഗൗതം, മഹുവ മൊയ്ത്ര ഇന്ന് ഇഡിക്ക് മുന്നിൽ ഹാജരാകില്ല എന്ന് പറയുന്നു. ഇന്ത്യ മുന്നണി ചെയ്യുന്നതുപോലെയും ഒപ്പം AAP നേതാവ് അരവിന്ദ് കെജ്രിവാൾ ചെയ്തതുപോലെ തന്നെയാണ് മഹുവയും ഇഡിക്ക് മുന്നിൽ ഹാജരാകില്ല എന്ന ധാർഷ്ട്യവുമായി മുന്നോട്ട് പോകുന്നത്. രജനി, വിദേശ നാണ്യ വിനിമയ ചട്ടലംഘനവുമായി ബന്ധപ്പെട്ടാണ് തൃണമൂൽ നേതാവ് മഹുവ മൊയ്ത്രയ്ക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കഴിഞ്ഞ ദിവസം നോട്ടീസ് നൽകിയത്. എന്നാൽ ഇന്ന് ഹാജരാകില്ല എന്നാണ് മഹുവ മൊയ്ത്ര വ്യക്തമാക്കുന്നത്. തെരഞ്ഞെടുപ്പ് പ്രചരണം അതോടൊപ്പം തന്റെ ഓഫീസിൽ മറ്റു ചില തിരക്കുള്ളതിനാൽ ഇന്നിപ്പോൾ ഹാജരാകില്ല എന്ന് TMC നേതാവ് വ്യക്തമാക്കിയിരിക്കുന്നു. ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് മഹുവ മൊയ്ത്രയുടെ വസതിയിലും അതോടൊപ്പം തന്നെ മറ്റ് മഹുവ മൊയ്ത്രയുമായി ബന്ധപ്പെട്ട മറ്റ് കേന്ദ്രങ്ങളിലും കേന്ദ്ര ഏജൻസിയായിട്ടുള്ള CBIയുടെ റെയ്ഡ് നടന്നിരുന്നു. ഈ റെയ്ഡിലാണ് വിദേശ നാണ്യം ചട്ടലംഘനം മഹുവ നടത്തിയെന്നത് സംബന്ധിച്ച് ചില വ്യക്തത കേന്ദ്ര ഏജൻസികൾക്ക് ലഭിച്ചത്. ഈ പശ്ചാത്തലത്തിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തൃണമൂൽ നേതാവ് മഹുവ മൊയ്ത്രയ്ക്ക് നോട്ടീസ് നൽകിയത്. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പശ്ചിമ ബംഗാളിലെ കൃഷ്ണനഗറിൽ നിന്നും വീണ്ടും മഹുവ മൊയ്ത്ര ജനവിധി തേടുകയാണ്. കഴിഞ്ഞ ലോക്സഭയിലും ഇതേ മണ്ഡലത്തിൽ നിന്നാണ് മഹുവ മൊയ്ത്ര വിജയിച്ചത് വന്നത്. പക്ഷേ കഴിഞ്ഞ ഡിസംബർ മാസത്തിൽ മഹുവ മൊയ്ത്രയെ ലോക്സഭയിൽ നിന്നും പുറത്താക്കിയിരുന്നു. കാരണം പാർലമെന്റ് എത്തിക്സ് കമ്മിറ്റി മഹുവ മൊയ്ത്രയ്ക്കെതിരെ കടുത്ത നടപടി വേണമെന്ന് ലോക്സഭാ സ്പീക്കർക്ക് ശുപാർശ നൽകി. ചോദ്യത്തിന് കോഴ വിവാദവുമായി ബന്ധപ്പെട്ടാണ് ഇത്തരമൊരു നടപടിയിലേക്ക് പാർലമെന്റ് കടന്നത്. എന്തായാലും വീണ്ടും കൃഷ്ണനഗർ മണ്ഡലത്തിൽ നിന്നും ജനവിധി തേടുന്നതിനിടയിലാണ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മഹുവയ്ക്ക് മേൽ ഉരുക്ക് മുറുക്കിക്കൊണ്ട് നോട്ടീസ് നൽകിയത്. രജനി.